അതിവേഗ വാർത്ത ആരംഭിക്കുന്നു. വാഗ്ദാനവുമായി വീണ്ടും MS സൊല്യൂഷൻസ്. 199 രൂപയ്ക്ക് സയൻസ് വിഷയങ്ങളിൽ A+ എന്ന തലക്കെട്ടോടെയാണ് പരസ്യം. CEO മുഹമ്മദ് ഷുഹൈബുമായി തെളിവെടുപ്പ് നടക്കുന്നതിനിടെയാണ് സംഭവം. ആദിവില തട്ടിപ്പു കേസിലെ പ്രതി സായിഗ്രാം ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ചിന്റെ നടപടി. ശാസ്തമംഗലത്തെ വീട്ടിൽ നിന്നാണ് ആനന്ദകുമാറിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തത്. ജവഹർ നഗർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ച് ആനന്ദകുമാറിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പട്ടത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആശാവർക്കർമാരുടെ വേതനം കൂട്ടുമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ആശാവർക്കർമാർക്ക് കുടിശ്ശികയൊന്നും നൽകാനില്ലെന്നും പണവിനിയോഗത്തിന്റെ വിശദാംശങ്ങൾ കേരളം ഇതുവരെ നൽകിയിട്ടില്ലെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി രാജ്യസഭയിൽ പറഞ്ഞു. ആശാവർക്കർമാർക്ക് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കേരളത്തിലെ UDF MPമാർ പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധിച്ചു. ഒരു മാസം പിന്നിട്ട് സെക്രട്ടേറിയറ്റിനു മുന്നിലെ ആശാപ്രവർത്തകരുടെ രാപ്പകൽ സമരം. ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടാത്തതിനാൽ സമരം ശക്തമാക്കാനാണ് ആശമാരുടെ തീരുമാനം. മാർച്ച് 17 സെക്രട്ടേറിയറ്റ് ഉപരോധം സംഘടിപ്പിക്കും. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്കുള്ള ടൗൺഷിപ്പ് നിർമ്മാണം ഈ മാസം ആരംഭിക്കുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ നിയമസഭയിൽ. മാർച്ച് 27 മുഖ്യമന്ത്രി തറക്കല്ലിടും. ദുരിതബാധിതരുടെ സമ്പൂർണ്ണ പട്ടിക പോലും തയ്യാറാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. കുട്ടികൾക്കിടയിൽ അക്രമം തന്നെ ലഹരിയായി മാറിയെന്ന് മന്ത്രി MP രാജേഷ്. ക്യാമ്പസുകളിലെ അരാഷ്ട്രീയതയും സിനിമകളുമെല്ലാം ഇതിന് കാരണമാകുന്നു. ലഹരി വ്യാപനം തടയാൻ സ്കൂളുകളിൽ പ്രത്യേക നിരീക്ഷണം നടത്തുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു. അതേസമയം പുതുതലമുറ മുഴുവൻ കൊള്ളരുതാത്തവരാണെന്ന പ്രചാരണം നേടണമെന്ന് PC വിഷ്ണുനാഥ് ആവശ്യപ്പെട്ടു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തെരഞ്ഞെടുക്കപ്പെടാത്തതിൽ തനിക്കില്ലാത്ത സങ്കടം മറ്റാർക്കും വേണ്ടെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കലഹിക്കുന്ന വ്യക്തിയല്ല താനെന്നും പുതിയ തലമുറ നേതൃനിരയിലേക്ക് വരണമെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. രാഷ്ട്രീയ ജീവിതത്തിലെ തന്റെ നിർണായക പ്രവർത്തനങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു കടകംപള്ളിയുടെ വിശദീകരണം. VS അച്യുതാനന്ദൻ പാർട്ടിയുടെ സമുന്നതനായ നേതാവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. VSനെ ക്ഷണിതാവായി സ്ഥാനത്ത് നീക്കിയെന്ന വാർത്ത ശരിയല്ല. ക്ഷണിതാക്കളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക പാർട്ടി കോൺഗ്രസിന് ശേഷമാണ്. പാർട്ടി മുഖപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് MV ഗോവിന്ദൻ മാസ്റ്ററുടെ പരാമർശം. ഘടകകക്ഷികളുമായുള്ള ഹൈക്കമാൻഡിന്റെ കൂടിക്കാഴ്ച UDFൽ ആരംഭിച്ചു. സംസ്ഥാന കോൺഗ്രസിലുണ്ടായിരുന്ന പരസ്പര പഴിചാരലുകൾ ഇനി ഉണ്ടാകില്ലെന്ന് ഘടകകക്ഷികൾക്ക് ഹൈക്കമാൻഡ് ഉറപ്പു നൽകി. തെരഞ്ഞെടുപ്പുകൾ അടുത്ത സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലും സീറ്റ് വിഭജനത്തിലും അടക്കം നേരത്തെ തീരുമാനങ്ങൾ കൈക്കൊള്ളണമെന്നും നേതാക്കൾ പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നഴ്സുമാർ വസ്ത്രം മാറുന്ന മുറിയിൽ ഒളിക്യാമറ വെച്ച നഴ്സിംഗ് ട്രെയിനിയായ യുവാവ് പോലീസ് പിടിയിൽ. കോട്ടയം മാഞ്ഞൂർ സ്വദേശി ആൻസൺ ജോസഫിനെയാണ് ഗാന്ധിനഗർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ആൻസണിന് ശേഷം വസ്ത്രം മാറാൻ മുറിയിൽ കയറിയ ജീവനക്കാരിയാണ് ക്യാമറ ഓണാക്കിയ നിലയിൽ ഫോൺ കണ്ടെത്തിയത്. കാസർകോട് പൈവളികയിൽ യുവാവും 15-കാരിയും ജീവനൊടുക്കിയ സംഭവത്തിൽ വീണ്ടും പോലീസിനെതിരെ ഹൈക്കോടതി. എന്തുകൊണ്ടാണ് പോലീസ് നായയുടെ പരിശോധന വൈകിയതെന്നും മൊബൈൽ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ എന്തായിരുന്നു ബുദ്ധിമുട്ടെന്നും കോടതി ആരാഞ്ഞു. പോലീസിന് കൃത്യവിലോപം ഉണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് കോടതി വ്യക്തമാക്കി. പെൺകുട്ടിയുടെ മാതാവ് സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജിയാണ് കോടതി പരിഗണിച്ചത്. കൊല്ലത്ത് സ്യൂട്ട് കേസിൽ അസ്ഥികൂടം കണ്ടെത്തി. അസ്ഥികൂടം കണ്ടെത്തിയത് ശാരദമഠം CSI പള്ളിയിലെ സെമിത്തേരിക്ക് സമീപം. അസ്ഥികൂടം ദ്രവിച്ചു തുടങ്ങിയ അവസ്ഥയിൽ എല്ലാ അസ്ഥികളുമില്ലെന്ന് പ്രാഥമിക നിഗമനം. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി.
തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക പ്രതി അഫാന് മൃതസഹോദരന്റെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മൃതസഹോദരൻ ലത്തീഫിനെയും ഭാര്യയും കൊലപ്പെടുത്തിയ കേസിലാണ് രണ്ടാം ഘട്ട തെളിവെടുപ്പ് നടന്നത്. ചുള്ളാളത്തെ ലത്തീഫിന്റെ വീട്ടിലെ തെളിവെടുപ്പ് പൂർത്തിയായി. കൊലയ്ക്ക് ശേഷം അഫാൻ സമീപത്തെ പറമ്പിൽ ഉപേക്ഷിച്ച ലത്തീഫിന്റെ കാറിന്റെ താക്കോലും മൊബൈൽ ഫോണും പോലീസ് കണ്ടെടുത്തു. അഫാന്റെ വീട്ടിലും പോലീസ് തെളിവെടുപ്പ് നടത്തി. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി SDPI പോപ്പുലർ ഫ്രണ്ട് സംഘടനകൾ വലിയ തോതിൽ ധനശേഖരണം നടത്തിയെന്ന് EDയുടെ കണ്ടെത്തൽ. 29 അക്കൗണ്ടുകളിലൂടെ വന്നത് 262 കോടി രൂപ SDPIക്ക് എത്തിയെന്ന് EDയുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അറസ്റ്റിലായ SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിയുടെ കസ്റ്റഡി കാലാവധി ഡൽഹി ഹൈക്കോടതി നീട്ടി. ക്രിസ്തുമസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ മുഖ്യപ്രതി MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിനെയും 4ാം പ്രതി അബ്ദുൾ നാസറിന്റെയും കസ്റ്റഡിയിൽ വിട്ടു. ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ച് താമരശ്ശേരി 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. എറണാകുളം പെരുമ്പാവൂരിൽ വ്യാജ ആധാർ നിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണവുമായി കേന്ദ്ര ഏജൻസികൾ. തിരുവനന്തപുരത്തു നിന്നും പിടികൂടിയ 4 ബംഗ്ലാദേശികളുടെ കയ്യിലും വ്യാജ ആധാറുകൾ. വിവരശേഖരണവുമായി NIAയും ബംഗ്ലാദേശിൽ നിന്നുള്ളവർക്കടക്കം വ്യാജരേഖകൾ നിർമ്മിച്ചിരുന്നത് ഇവിടെ നിന്ന് കണ്ടെത്തൽ. കോഴിക്കോട് റെയിൽവേ പാളത്തിൽ കല്ലുകൾ വെച്ചയാളെ പിടികൂടി. കല്ലായി സ്വദേശി നിഖിലിനെയാണ് PRF പിടികൂടിയത്. പന്ന്യങ്കരയ്ക്ക് സമീപം കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. കല്ലുകൾക്ക് മുകളിലൂടെ വന്ദേ ഭാരത് കയറി ഇറങ്ങുകയായിരുന്നു. റെയിൽവേ ഭൂമിയിൽ അതിക്രമിച്ചു കയറിയതിനും ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ അട്ടിമറിച്ചതിനുമെതിരെയും ഇയാൾക്കെതിരെ കേസെടുത്തു. ലവ് ജിഹാദ് പരാമർശം നടത്തിയ BJP നേതാവ് PC ജോർജിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ സംയുക്ത പ്രസ്താവന ഒപ്പിട്ടു. നിരന്തരം മുസ്ലിങ്ങൾക്കെതിരെ വർഗീയ വിഷം പുരട്ടിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന PC ജോർജ് കേരളീയ സമൂഹത്തിലെ സ്ഥിരം വിദ്വേഷ പ്രചാരകനും വർഗീയ ലഹളയുടെ ആസൂത്രകനുമാണെന്നും പ്രസ്താവനയിൽ പറയുന്നു. സംസ്ഥാനത്ത് ഉഷ്ണതരംഗത്തിന് ആശ്വാസമായി മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത. ഇന്ന് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതോടെ സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ മുന്നറിയിപ്പ്. രാവിലെ 10 മുതൽ 3 വരെ വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ്. വീഴ്ണം തുറമുഖത്തിന്റെ 2ഉം 3ഉം ഘട്ടങ്ങളുടെ വികസനത്തിന് പാരിസ്ഥിതിക അനുമതി ലഭിച്ചതിന് പിന്നാലെ ഔദ്യോഗിക കമ്മീഷനിങ്ങും വൈകാതെ ഉണ്ടാകുമെന്ന് സൂചന. 2028ഓടെ അടുത്ത 2 ഘട്ടങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. വികസനങ്ങൾക്കായി 77 ഹെക്ടർ വിസ്തൃതിയാകും ഭൂമി ഏറ്റെടുക്കൽ നടക്കുക. തിരുവനന്തപുരം നെയ്യാറ്റിൻകര അപ്പോളോ മെഡിക്കൽ ഷോപ്പും ജീവനക്കാരന്റെ ബൈക്കും അടിച്ചു തകർത്ത കേസിൽ 3 പേർ പോലീസിന്റെ പിടിയിൽ. മണിവിള സ്വദേശി അനൂപ്, മഞ്ചവിളാകം സ്വദേശി ജിത്തു, ശ്രീരാഗ് എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസമായിരുന്നു നെയ്യാറ്റിൻകരയിൽ ഇവർ മെഡിക്കൽ സ്റ്റോറിനു നേരെ ആക്രമണം നടത്തിയതും വാഹനം അടിച്ചു തകർത്തതും. എറണാകുളം സൗത്ത് പാലത്തിന് താഴെ അവശനിലയിൽ കണ്ടെത്തിയ വൃദ്ധയെ പോലീസിന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിലെത്തിച്ചു. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ദിവസങ്ങളോളമായി ഭക്ഷണം പോലും കഴിച്ചിരുന്നില്ല. എറണാകുളം ജില്ലാ ആശുപത്രിയിലേക്കാണ് വൃദ്ധയെ മാറ്റിയത്. കൊല്ലം ഏലൂർ കരിമ്പിൻകോണത്ത് 17 വയസ്സുകാരിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കരിമ്പിൻകോണം സ്വദേശി ആലിയയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിളക്കുപാറ മാതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ്. പെൺകുട്ടിയുടെ ഫോൺ ഉൾപ്പെടെയുള്ള രേഖകൾ പോലീസ് പരിശോധിച്ചു വരുന്നു. മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി.
മലപ്പുറം കരുവാരക്കുണ്ടിലെ കേരള എസ്റ്റേറ്റിൽ കടുവയുടെ സാന്നിധ്യം. എസ്റ്റേറ്റിലെ ടാപ്പിംഗ് തൊഴിലാളികളാണ് കടുവയെ കണ്ടത്. വനം വകുപ്പിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് നിലമ്പൂർ സൗത്ത് ഫോറസ്റ്റ് DFO ജി ധനിക്ലാൽ ഉൾപ്പെടെയുള്ള RRT സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. പരിശോധനയിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം മൃഗശാലയിലെ മ്ലാവിനെ പേവിഷബാധ സ്ഥിരീകരിച്ചു. മൃഗശാലയിൽ ഞായറാഴ്ച ചത്ത മ്ലാവ് വർഗത്തിൽപ്പെടുന്ന സാമ്പാർഡിയറിനാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് ശേഷം നടത്തിയ വിശദ പരിശോധനയിലാണ് മ്ലാവിന് പേവിഷബാധ സ്ഥിരീകരിച്ചത്. മ്ലാവിനോട് അടുത്തിടപഴകിയ മുഴുവൻ ജീവനക്കാർക്കും പ്രതിരോധ കുത്തിവെപ്പ് നൽകും. ആലപ്പുഴ മാന്നാറിൽ വളർത്തുനായയുടെ കടിയേറ്റ് വീട്ടമ്മയ്ക്ക് പരിക്ക്. മാന്നാർ പഞ്ചായത്ത് മെച്ചാട്ടു സ്വദേശി ഷൈമ സുഭാഷിനാണ് നായയുടെ കടിയേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് നായയെ വളർത്തുന്ന അയൽവാസിയായ സ്ത്രീയുടെ പേരിൽ മാന്നാർ പോലീസിൽ പരാതി നൽകി. കൊച്ചിയിൽ യുവതിയോട് മോശമായി പെരുമാറിയ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. ക്യൂൻസ് വാക്വേയിൽ കുടുംബസമേതമെത്തിയ യുവതിയോടാണ് മോശമായി പെരുമാറിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് അബ്ദുൾ ഹക്കീം, അൻസാർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് കസ്റ്റഡിയിലെടുത്തത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും വഴി ഇവർ പോലീസ് ജീപ്പിന്റെ ചില്ലും അടിച്ചു തകർത്തു. ഇരുവരും ലഹരി ഉപയോഗിച്ചിരുന്നെന്ന് പോലീസ്. തിരുവനന്തപുരം മാറനല്ലൂർ കുക്കിരിപ്പാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതിക്ക് 25 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും. ശിക്ഷാ കാലയളവിൽ പരോളിന് അർഹനല്ല എന്നും കോടതി. നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ കോടതിയുടേതാണ് വിധി. മൂലക്കോണം സ്വദേശി അരുൺ രാജിനെയാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തി കഠിന തടവിന് വിധിച്ചത്. കോഴിക്കോട് അഴിയൂരിൽ ഡിവൈഡറിൽ ഇടിച്ച് കാർ കത്തി നശിച്ചു. അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലശ്ശേരിയിൽ നിന്നും വടകരയിലേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ കാർ പൂർണ്ണമായും കത്തി നശിച്ചു. കാസർഗോഡ് ഓട്ടോ വാടകയ്ക്ക് വിളിച്ച് ഡ്രൈവറെ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് ആക്രമിച്ചു. ബന്ദിയോട് ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർ അബ്ദുൾ ഹമീദിനെയാണ് ആക്രമിച്ചത്. മുൻ വിരോധം വെച്ച സിദ്ദിഖ് ആക്രമിക്കുകയായിരുന്നുവെന്നാണ് മൊഴി. യാത്രക്കായി ഫോൺ ചെയ്തു വരുത്തിയ ശേഷമായിരുന്നു ആക്രമണം. പരിക്കേറ്റ ഡ്രൈവർ ചികിത്സയിൽ. കൊല്ലം നഗരത്തിൽ വൻ കവർച്ച. ചിന്നക്കടയിലെ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് 10 ലക്ഷം രൂപ കവർന്നു. ശുചിമുറിയുടെ വിടവിലൂടെയാണ് സംഘം അകത്ത് കടന്നത്. സംഭവത്തിൽ മോഷണത്തിന്റെ ദൃശ്യം പുറത്തുവന്നു. സംഭവത്തിൽ CCTVകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ മണ്ണുത്തിയിൽ കഞ്ചാവുമായി 2 വെസ്റ്റ് ബംഗാൾ സ്വദേശികൾ പിടിയിൽ. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 11 കിലോ കഞ്ചാവുമായി SK സൂഫൽ, സുർജിത് ദാസ് എന്നിവരെയാണ് മണ്ണുത്തി പോലീസ് പിടികൂടിയത്. വാടിയമ്പാറ പ്രദേശങ്ങളിൽ പട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് പ്രതികൾ പിടിയിലായത്. കോഴിക്കോട് കണ്ടംകുളങ്ങരയിലെ ഹോം സ്റ്റേയിൽ വൻ ലഹരി മരുന്ന് വേട്ട. 79.74 ഗ്രാം MDMA-യുമായി 3 പേരെ അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് സ്വദേശികളായ മിഥുൻ രാജ്, നിച്ചിൽ, രാഹുൽ എന്നിവരാണ് പിടിയിലായത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എലത്തൂർ പോലീസ് പരിശോധന നടത്തുകയായിരുന്നു. എറണാകുളം ചെങ്ങമ്മനാട് കഞ്ചാവ് വിൽപ്പന നടത്തുന്ന 3 അംഗ സംഘം പിടിയിൽ. യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമിടയിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന സംഘമാണ് പിടിയിലായത്. 1.25 കിലോഗ്രാമോളം കഞ്ചാവുമായി പശ്ചിമ ബംഗാൾ മുർഷിദാബാദ് സ്വദേശികളെയാണ് പോലീസ് പിടികൂടിയത്. വീട്ടിൽ നിരന്തരം ആളുകൾ വന്നു പോകുന്നത് കണ്ട് വീട്ടുടമസ്ഥൻ സംശയം പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് ഇവർ നിരീക്ഷണത്തിലായിരുന്നു. കാസർഗോഡ് കല്ലൂരാവി ഭാവാനഗറിൽ വാഹനാപകടം. പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കാർ മതിലിലിടിക്കുകയായിരുന്നു. പോലീസിനെ കണ്ട സംഘം കാർ അമിത വേഗതയിൽ പിന്നോട്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം. പിന്നീട് നടത്തിയ പരിശോധനയിൽ കാറിനുള്ളിൽ നിന്നും 1.5 ഗ്രാമോളം MDMA കണ്ടെത്തി. ഇതേ തുടർന്ന് കാറിലുണ്ടായിരുന്ന 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു.
കണ്ണൂർ ഇരിട്ടി ടൗണിൽ യുവാവിന്റെ പരാക്രമം. സ്ത്രീകളെ ഉൾപ്പെടെ ആക്രമിച്ച ആളെ ഫയർഫോഴ്സിന്റെ സഹായത്തോടെ പോലീസ് പിടികൂടി. ആറളം ഫാം മേഖലയിൽ താമസിക്കുന്ന യുവാവാണ് അതിക്രമം നടത്തിയത്. തുടർന്ന് നാട്ടുകാർ ഉൾപ്പെടെ പിന്തുടർന്ന് പിടികൂടാൻ ശ്രമിച്ചപ്പോൾ പഴയ ബസ് സ്റ്റാൻഡിന്റെ കെട്ടിടത്തിന്റെ 2ാം നിലയിലേക്ക് കയറി നെയിം ബോർഡിനടിയിൽ ഒളിച്ചിരുന്നു. തിരുവനന്തപുരം വെള്ളനാട് പെട്രോൾ പമ്പിലെത്തിയ യുവാവിനും ബന്ധുവിനും 3-അംഗ സംഘത്തിന്റെ ക്രൂരമർദ്ദനം. ഉറിയാക്കോട് സ്വദേശി നിതിൻ, ബന്ധു ഗോകുൽ എന്നിവർക്കാണ് ബൈക്കിലെത്തിയ സംഘത്തിന്റെ മർദ്ദനമേറ്റത്. സംഭവത്തിൽ വെള്ളനാട് സ്വദേശികളായ മനു, രാഹുൽ, ശ്രീകുമാർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിതിന്റെ ബന്ധുവായ രാഹുലുമായി പ്രതികൾക്കുള്ള മുൻ വൈരാഗ്യത്തെ തുടർന്നാണ് മർദ്ദനം. കൊല്ലം അഞ്ചലിൽ മധ്യവയസ്കരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹത്തിന് 3 ദിവസത്തോളം പഴക്കമുണ്ടെന്ന് പോലീസ് നിഗമനം. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. അലയമാൺ മീൻകുളം പഞ്ചായത്ത് ഓഫീസിന് പുറകുവശത്തെ റബ്ബർ തോട്ടത്തിലാണ് 40 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത്. തിരുവനന്തപുരം കരമനയിൽ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി മോഷണം നടത്തിയ കേസിൽ 3 പേർ അറസ്റ്റിൽ. കോട്ടയ്ക്കകം സ്വദേശികളായ അനീഷ്, അജിത്ത്, കാർത്തിക എന്നിവരാണ് പിടിയിലായത്. വൃദ്ധ ദമ്പതികളുടെ വീട്ടിലെത്തിയ 3-അംഗ സംഘം കത്തികാട്ടി 4 പവൻ മാല കവരുകയായിരുന്നു. മലപ്പുറം ചേകന്നൂരിൽ കഞ്ചാവ് ലഹരിയിൽ റോഡിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാക്കളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ കൈമാറി. കഴിഞ്ഞ ദിവസം പൂരത്തിന് പങ്കെടുക്കാനെത്തിയ യുവാക്കൾ തമ്മിൽ വാക്കുതർക്കവും കയ്യാങ്കളിയും ഉണ്ടായിരുന്നു. പിന്നീട് വെട്ടുകത്തിയുമായി എത്തിയ ഒരു യുവാവ് പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ ഇടപെട്ട് യുവാക്കളെ പൊന്നാനി പോലീസിന് കൈമാറി. തിരുവനന്തപുരം പാറശാലയിൽ ലക്ഷങ്ങളുടെ സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ മോഷണം പോയി. റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായുള്ള ഉൽപ്പന്നങ്ങളാണ് മോഷണം പോയത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. സംഭവവുമായി ബന്ധപ്പെട്ട് പാറശാല പോലീസിൽ പരാതി നൽകി. ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തലസ്ഥാന നഗരം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ഭക്തർ കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാർച്ച് 13-നാണ് ആറ്റുകാൽ പൊങ്കാല. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 3800 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. സൈബർ തട്ടിപ്പിൽപ്പെട്ട 283 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി നാട്ടിലെത്തിച്ചു. രക്ഷപ്പെട്ടവരിൽ 8 മലയാളികളുണ്ടെന്നാണ് വിവരം. ഇവരെ തായ്ലൻഡിൽ നിന്ന് ഡൽഹിയിലെത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മ്യാൻമർ തായ്ലൻഡ് അതിർത്തിയിൽ നിന്നാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. ഡേറ്റ എൻട്രി അടക്കം ജോലിക്ക് ഉയർന്ന ശമ്പളം വാഗ്ദാനം നൽകി ബാങ്കോക്കിൽ എത്തിച്ച ശേഷം തായ്ലൻഡ് അതിർത്തി വഴി മ്യാൻമറിലേക്ക് കടത്തുകയായിരുന്നു. മധ്യപ്രദേശിൽ ഗൃഹനാഥൻ ജീവനൊടുക്കിയതിന് പിന്നിൽ കുടുംബാംഗങ്ങളുടെ മർദ്ദനമെന്ന് സംശയം. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ പോലീസ് കേസെടുത്തു. മൊറീനയിൽ ഹരേന്ദ്ര മൗര്യ തൂങ്ങി മരിച്ച ദിവസങ്ങൾ കഴിഞ്ഞാണ് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. 4 മക്കളുടെ പിതാവായ ഹരേന്ദ്ര മൗര്യയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. അതിവേഗ വാർത്ത അവസാനിച്ചു. നമസ്കാരം.